നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു കിടുക്കച്ച ഐറ്റമായിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും. അടിപൊളി ഡെസേർട്ടാണ്. നോമ്പിനൊക്കെ കഴിക്കാൻ പറ്റിയ കിഡിലൻ ഐറ്റം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് സാലഡൊക്കെ കഴിക്കാറുള്ളതല്ലേ. തീ പോലും കത്തിക്കാണ്ട് കസ്റ്റർഡ് പൗഡറൊന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക. അതുപോലെ തന്നെ അരക്കപ്പ് ഫ്രഷ് ക്രീമും കൂടി എടുക്കുക. ഇനി ഇതിലോട്ട് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മധുരം നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. നല്ല ക്രീമി ടെക്സ്ചറിൽ ബീറ്റ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. കൂടുതൽ അങ്ങനെ സ്റ്റിഫായിട്ടൊന്നും വേണ്ട. അങ്ങനെ എന്തായാലും ആവില്ല, കാരണം നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ചേർത്തിയല്ലേ. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇത് കണ്ടില്ലേ, കൂടുതൽ ലൂസാവാനും പാടില്ല, എന്നാൽ കൂടുതൽ ടൈറ്റാക്കും വേണ്ട. അങ്ങനെയുള്ള നമ്മൾ ഫ്രൂട്ട് സാലഡൊക്കെ നമ്മൾ കസ്റ്റേർഡൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയാൽ മതി. ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ആക്കിയെടുക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല കട്ടിയായിട്ട് വരും കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പോളം കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പം മധുരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്തായാലും കണ്ടൻസ് മിൽക്ക് 1/2 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാരൻ്റെ അളവ് കുറഞ്ഞാലും സാരമില്ല. അങ്ങനെയാകുമ്പോൾ ഈ ഒരു ക്രീമിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടൻസ് മിൽക്ക് എന്തായാലും കുറക്കണ്ട. അപ്പോൾ നമുക്കതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ആ ടൈമിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഫ്രൂട്ട്സൊക്കെ ഇല്ലേ, അതൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി പ്രത്യേകിച്ചിട്ട് വേറെ പണിയൊന്നും ഇല്ല. ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓരോ ഫ്രൂട്ട്സായിട്ട് നമുക്ക് ഈ ഒരു മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുക, ഈ ഒരു ക്രീമിലോട്ട്. അപ്പോൾ ഞാനെല്ലാ ഫ്രൂട്ട്സും 1/2 കപ്പ് വീതവും അതുപോലെ തന്നെ നട്ട്സ് 1/4 കപ്പ് വീതവും എന്നിട്ട് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് എന്നിട്ട് ഈ ഒരു കസ്റ്റേർഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റുന്നല്ലേ ഉള്ളൂ. എല്ലാവരും ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് കസ്കസും കൂടി കുതിർത്ത് വെച്ചിട്ടുണ്ടായിന്, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മാംഗോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏതെല്ലാം ഫ്രൂട്ട്സാണ് ഇഷ്ടം, അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഒരു ഹേർട്ടെങ്കിലും കമൻറ്റായിട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തണുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. കുറച്ച് നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇത് വേണ്ടത്. അപ്പം ഇത് നിങ്ങൾ ഇഷ്ടമുള്ള സെർവിങ് ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് വരും. ഒരു ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അത്രയും അല്ലെങ്കിലും അങ്ങനെ കുറച്ചൊരു കട്ടിയിൽ വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കസ്റ്റേർഡ് പൗഡറൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ടെൻഷനൊന്നും വേണ്ട. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിന് ഇപ്പോൾ വീഡിയോ വളരെ ചുരുക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടു നോക്കണം. അപ്പോൾ ഇൻഷാല്ലാ ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.